വിദ്യാഭ്യാസ മന്ത്രിക്ക് നേരിട്ട് മെമ്മോറാണ്ടം നൽകാനാണ് പ്രതിഷേധക്കാർ എത്തിയത്. വലിയ പങ്ക് മലയാളി വിദ്യാർത്ഥികൾ. 3 കാര്യങ്ങളാണ് ആവശ്യം. ക്രമക്കേടുകളിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടണം, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നിങ്ങനെ. ബാരിക്കേഡ് ഇട്ട് വളഞ്ഞ് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. വിദ്യാർത്ഥികൾ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ പ്രതിഷേധം അക്രമാസക്തമായി. പ്രതിഷേധക്കാരെ പോലീസ് റോഡിലിട്ട് വലിച്ചിഴച്ചു. Assaulted by the police. We are demanding that we want a delegation to meet the education minister. NT as a body should be scrapped immediately and examinations should be transparent inside this country so that they don't put students' life into risk, and the education minister needs to resign, taking responsibility of whatever scams have happened through the NTA. നമ്മളവിടെ ചതച്ചരക്കാണ് ചെയ്തത്. നമ്മുടെ എക്സാം ക്യാൻസൽ ചെയ്തു. നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വിദ്യാഭ്യാസ മന്ത്രിയെ കാണാതെ മടങ്ങില്ല എന്നുറച്ച് വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ചു. 1 മണിക്കൂറിലധികം സെൻട്രൽ സെക്രട്ടേറിയറ്റ് പരിസരത്തെ ഗതാഗതം സ്തംഭിച്ചു. 3ാം മോദി സർക്കാരിന് കീഴിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും പ്രവേശന പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെയും നടപടികൾ കൊണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രതിസന്ധിയിലാകുന്നതിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെയും വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും നീക്കം. ഉദ്യോഗാർത്ഥികളുടെ മാസങ്ങൾ നീണ്ടുനിന്ന കഠിനാധ്വാനമാണ്, അവരുടെ ഭാവിയാണ് ഒരൊറ്റ ഉത്തരവ് കൊണ്ട് ചോദ്യചിഹ്നമായി മാറുന്നത്. പ്രവേശന പരീക്ഷകൾ കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ട നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അവരെ ചുമതലപ്പെടുത്തിയ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയവും ക്രമക്കേട് തടയാൻ എന്ത് ചെയ്തു? ഡൽഹിയിൽ നിന്നും ജഗദീഷ് വിഷ്ണുവിനൊപ്പം അർജുൻ പിതാംബരൻ, മാതൃഭൂമി ന്യൂസ്.